ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാട്. നമ്മളെ പുതിയ വീഡിയോ ആയിട്ടാണ്. കുറച്ച് മീനിനെ വളർത്തിയിരുന്നു. വലിയ സുലോപ്പിയ, കരിമീനിൻ്റെ മാതിരിയുള്ള ആ വലുപ്പം വരുന്ന സുലോപ്പിയ മീനിനെ വളർത്തിയിരുന്നു. വലിയവരൊക്കെ പിടിച്ച് അതിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ കിട്ടി നമുക്ക്. കുറേ കുട്ടികൾ, ഏകദേശം 100-200 മേറുണ്ടായിരുന്നു. പക്ഷേ കുറേ ചത്ത് ഇപ്പോൾ ഈയം പോയി 10-100 ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ കുയ്യൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്ത് അറിയാം, വെള്ളമൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ക്ലിയറാക്കി. വെള്ളത്തിലൊക്കെ കച്ചറായിരുന്നു, ഇതിലൊക്കെ വെള്ളമുണ്ട്, കച്ചറാണ് നിറഞ്ഞിട്ട് തീറ്റിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് വെള്ളം ഒന്ന് നന്നാക്കി പകുതി വെള്ളം പഴയതും പുതിയതും കൂടി ആയിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഇങ്ങനെ മോട്ടർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 വെള്ളം കൂടി നല്ല വെള്ളം ആദ്യത്തെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ മീൻകുട്ടികളെ ഞാൻ പൈക്കാൻ റിലീസ് ചെയ്യണം. അപ്പോൾ അതുമായിട്ടൊരു വീഡിയോയാണ്. അപ്പോൾ മീൻകുട്ടികളെ പിടിക്കുന്നൊരു വീഡിയോയാണ്. അപ്പോൾ പിടിച്ചിട്ട് നല്ല വെള്ളത്തേക്ക് ആക്കിയിട്ട് പിന്നെ ഈ ചെമ്പട്ടിയിലേക്ക് ആക്കുന്നൊരു പരിപാടിയുണ്ട്. ചെമ്പട്ടിയിൽ നിന്നാണ് ആക്കിയിട്ട് നല്ല വെള്ളത്തേക്ക് ആക്കിയിട്ടാണ് കൊണ്ടുപോയി ആക്കാൻ. പുറത്തേക്ക് പോയാൽ പണിയാവും. കോരിയൊക്കെ വേണം, കിട്ടുള്ളൂ. കണ്ടേ, ഇത്രയും മക്കളെ നമ്മൾക്ക് ഇവിടെ പാറ്റി കിട്ടിയതാ. 100 ചില്ലാൻ കുട്ടികളുണ്ട്. കുറേ ഉണ്ടായിരുന്നു, കുറേ ചത്തുപോയി. അപ്പം ഇനി ഇതിൻ്റെ തള്ളാരൊക്കെ നമ്മൾ സാപ്പിട്ടുട്ടാ. കൊല്ല വലിപ്പം ഉണ്ടായിരുന്നു. കുറേ വെള്ളം മാറ്റുമ്പോഴൊക്കെ ചിലപ്പോൾ കണ്ടുകൊണ്ടൊക്കെ ആയിട്ട് വെള്ളത്തിലെ കേട് കാരണമൊക്കെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ശുദ്ധി കലക്ഷൻ നടത്തണം, എന്നാലേ ഒന്നാവുള്ളൂ. ഏകദേശം 2 ഇഞ്ച് 2.5 ഇഞ്ച് ഒക്കെ വലിപ്പമായി. ഏകദേശം ഒരു 3 മാസം ആയിട്ടുള്ളൂ. 3 മാസം കൊണ്ട് ഈ വലിപ്പമായി. കുറച്ച് തീറ്റ കുറവുണ്ട്. ഇനിയിപ്പോൾ തീറ്റ വലിയവരെ കൊടുത്ത് ആക്കി കഴിഞ്ഞാൽ അവർ വെട്ടിക്കളെ. അപ്പം ഇനിയിപ്പോൾ വരെ നേരെ കുയ്യിലോട്ടാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉഷാറായിപ്പോൾ. അപ്പോൾ അതുമായിട്ടൊരു വീഡിയോ ആണ് ഇത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മൾ കോഴിപ്പാട്സും മറ്റു മറിച്ചൊന്നും ഇട്ട് കൊടുക്കലില്ല. മീനിൻ്റെ കച്ചറകൾ മീനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. മീൻ പൊടിച്ചിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നൂൽപുട്ടുണ്ടാക്കേണ്ട അതിലിട്ടിട്ട് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ മീൻ തീറ്റ കടയിൽ നിന്ന് കൊണ്ടുവരും ചെയ്യും, അതും ഇട്ട് കൊടുക്കും. പല്ലറ്റ് നമ്മളതിനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ പിന്നെ കുറച്ച് ചിലവ് കുറയും. പക്ഷെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ പോയി കൊണ്ടുവരും ചെയ്യും. ഏകദേശം 2 ഇഞ്ച് 3 ഇഞ്ചുള്ളതുണ്ട്. നല്ല വലിപ്പമുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അതേമാതിരി ചെറിയ അക്വേറിയൊക്കെ ഉണ്ടാക്കിയിട്ട്
സുലോപ്പിയ മീൻ ഇതുപോലത്തെ വലിയ ഏകദേശം നല്ല വലിപ്പം വരും. നല്ല തീറ്റ എല്ലാം ചെല്ലണം. നല്ല വലിപ്പം വരും. നല്ല ടേസ്റ്റുള്ള മീൻ. നെയ്യോ അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മൾ ഈ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ സുലോപ്പിയ മീനിൻ്റെ മാതിരിയല്ല. അതിനൊക്കെ നല്ല നെയ്യുണ്ടാവും. ഈ കോഴിപ്പാട്സ് ഇട്ട് കൊടുത്തിട്ട്, കോഴിപ്പാട്സ് ഇട്ട് കൊടുത്താൽ മീൻ നല്ല തടിക്കും. പക്ഷേ ടേസ്റ്റ് വളരെ കുറവായിരിക്കും. ഇതിന് കുറച്ചെണ്ണപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കും വേണം. ഈ വലുപ്പുള്ളതിന് 8 റുപ്യ 9 റുപ്യൊക്കെ കടയിൽ വില. നമ്മളെയൊക്കെ ആ വിലക്കൊന്നും എടുക്കില്ല. നമ്മളെയൊക്കെ ആ ഒരു 6 റുപ്യ റേഞ്ചിലൊക്കെ അവർ എടുക്കുള്ളൂ. 9 10 കൊടുക്കുമല്ലോ. ഇപ്പോൾ കുറേ കുട്ടികൾ ചത്തുപോയി. അപ്പോൾ അതുപോലെ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് വരിയില്ലേ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്ക് നല്ല രസമാണ്. ചെറിയ അക്വേറിയം വേണം. ഓക്കെ ആക്കിക്കണേ മക്കളെ കൈക്കോളി. അല്ല ആണ്ട് പോണില്ല ഇങ്ങണ്ടേനെ ഇല്ല. നമുക്ക് കൈക്കോളി വായ പോയി. അപ്പോൾ 100 ചില്ലാൻ കുഞ്ഞുങ്ങളാണ് നീ കാക്കണ്ട കേട്ടാ. അല്ലേ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെ മീനെ കാണണ്ട. ഞാൻ വിരിയിലേക്കും. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ കണ്ടില്ല മക്കളെ, ഇപ്പോൾ ഇതേമാതിരി ഒരു ചെറിയ കുളമൊക്കെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ഏകദേശം ഇതാ ഒരു 4-5 റമ്മത്തെ വെള്ളത്തിലുണ്ട്. 4-5 റമ്മ് വെള്ളം അതിലുണ്ട്. ഇതിലിങ്ങനെ ഒരു സ്റ്റേജൊക്കെ അടിച്ചുണ്ടാക്കിയിട്ടാ. PVC പൈപ്പ് പൊളിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സീറ്റാക്കി. അപ്പോൾ കുട്ടികൾക്ക് അതിൽ മീനുകൾക്ക് അതിൽ നിൽക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഇപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഉഷാറായിട്ട് അതിൽ കിടന്ന് ഓടി കളിച്ചോളും. പെട്ടെന്ന് വളരും ചെയ്യും. 100 കുട്ടികൾക്ക് 100 ചില്ലാൻ കുട്ടികൾക്കൊക്കെ ഓടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ആഫ്രിക്കൻ മുയ്യനെ കൊടുന്ന് ആക്കണമെന്ന് കരുതിയിട്ട് ആക്കിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആഫ്രിക്കൻ മുയ്യനെ വേറെ ആക്കാമെന്നുള്ള. ആഫ്രിക്കൻ മുയ്യനെ ആക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് ഒഴിവാക്കാനും തോന്നുന്നില്ല. നമ്മളവിടെ ഉണ്ടായതല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി ബ്രീഡിങ് ആയതിൻ്റെ ശേഷം പിന്നെ കുട്ടികളെ കൊടുക്കാമെന്നുള്ളതിൽ ഇത് പെട്ടെന്നോ ഇതിൽ തന്നെ ചിലതൊക്കെ ബ്രീഡിങ്ങിന് പ്രായമായതായിക്കുന്നു. ഈ പിടിച്ചു നോക്കുന്ന സമയത്ത് അവർക്ക് പാറ്റാനുള്ള ആയതൊക്കെ ഉണ്ട്. മുട്ട പുറത്ത് എന്താണ് നമ്മൾ പിടിക്കുന്ന സമയത്തൊക്കെ ചിലവർക്ക് കണ്ടിരുന്നു. അല്ല പാറ്റാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഓടി അടക്കുന്ന നല്ല ഉഷാറായിട്ട്. ഈ സീറ്റിൻ്റെ മുകളിലായിരുന്നു നിന്നത്. വലിയിലായിരുന്നു. വലിയിൽ നിന്ന് നേരെ ഇതിലോട്ട് മാറ്റിയെന്നു. അപ്പോൾ വെള്ളം അങ്ങനെ ചാടിയ വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താലേ അവർക്ക് വെള്ളം നമ്മളെ കുറച്ച് പൊക്കി കെട്ടിക്കുകയാണ്. ആ നൊര ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്, എയർ ഓക്സിജൻ കിട്ടാൻ ഇതൊക്കെ വലിയ മോട്ടർ വേണം. അതിൻ്റെ സെൻറ്ററിൽ ചാടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കുട്ടികളധികം നിൽക്കൽ സ്റ്റേജിൻ്റെ മുകളിൽ. അപ്പോൾ ആ സ്റ്റേജിൻ്റെ മുകളിൽ വെള്ളം ഇളകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇട്ട് കൊടുത്തേക്കണ്ട് കേട്ടോ. ചിലപ്പോൾ മാറ്റിന്നൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് വഴിക്കും വെയ്യാലെ ഓടിക്കൊണ്ടിരിക്കുക. മറ്റേപോലെ വലയിലായിരുന്നു. വലൻ്റെ ഉള്ളിലേ ഒന്നിച്ചിങ്ങനെ നിൽക്കലായിരുന്നു. ഇപ്പം എന്തായി, ഇപ്പം നല്ല വലക്ക് അത് ഒന്നിച്ചാണ്ട് റിലീസാക്കിയപ്പോഴേ ഓടി നടക്കാനുള്ള നല്ല സൗകര്യമായിക്കാം. അതിൽ ഒറ്റ നടക്കില്ല, കൂട്ടം കൂട്ടമായിട്ട് നടക്കുള്ളൂ.
കുഞ്ഞടുത്ത് തീറ്റ ഇട്ട് കൊടുക്കേണ്ട പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ അടിച്ച് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. കാണാൻ നല്ല രസമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തെ ടൈം പാസ്സായിട്ട് ഇങ്ങനെ ഇവർക്ക് തിന്നാട്ട് കൊടുക്കുക, അവരൊക്കെ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മുഹമ്മദ് സ്വാഗതമാണ്.